കിളികളുടെ കളകളാരവും കുയിലിൻ്റെ കുയിൽനാദവും നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ പ്രേക്ഷകരോടൊപ്പം ഒരു പിടി വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. ഏവർക്കും ബി പോസിറ്റീവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പറയുന്നതൊന്നും കുട്ടികൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾ അനുസരിക്കുന്നതിനേക്കാൾ ഉപരി അവർ അനുകരണശീലമുള്ളവരാണ്. നമ്മൾ എന്തു ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കും കുട്ടികളും അത് പകർത്തിയെടുക്കുക. ശരിക്കും ഒരു ഉദാഹരണം മനുഷ്യരിൽ മാത്രമല്ല ഇതര ജന്തുക്കളിലും നമുക്കത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. വികൃതമായിട്ട് നടക്കുന്ന കുഞ്ഞു ഞണ്ടിനോട് അതിൻ്റെ തള്ള ഞണ്ട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ മോശമായിട്ട് നടക്കുന്നത്? അപ്പോൾ അതിൻ്റെ മറുപടി ഇതായിരുന്നു, ഞാൻ എൻ്റെ അമ്മയെ കണ്ടാണ് നടക്കാൻ പഠിച്ചത്. അതുപോലെ തന്നെയാണ് ശ്രീലക്ഷ്മി മനുഷ്യരുടെ ഇടയിലും. ഞാനൊരു ഉദാഹരണം പറയാം. രാവിലെ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ സിഗരറ്റ് വലിച്ച് സിഗരറ്റിൻ്റെ പുക ആസ്വദിച്ച് മുകളിലേക്ക് വിട്ട് പത്രം വായിക്കുന്ന, കസേരയിൽ കാല് കയറ്റി വെച്ചിരുന്ന പത്രം വായിക്കുന്ന അച്ഛൻ്റെ ഒരു ചിത്രം ഒരു മകൻ്റെ ഉള്ളിൽ പതിഞ്ഞു കിടക്കും. അവൻ വലുതായി വരുമ്പോൾ അത് പകർത്തും, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളെ ഈ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുട്ടികൾ എന്ത് ചെയ്താലും അത് തെറ്റായാലും ശരി തന്നെ, അത് നല്ലതായാലും ശരി തന്നെ, അതിനെല്ലാവരും പിന്നിലൊരു മാതാപിതാക്കളുടെ ഒരു രീതിയായിരിക്കും. കാരണം അവരെന്ത് ചെയ്യുന്നു അത് മിക്കവാറും അനുകരിച്ചാണ് കുട്ടികൾ നടത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി. കാരണം പെൺകുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സാരി ഉടുത്ത് നടക്കുന്ന അമ്മയെ കണ്ട് അതുപോലെ സാരി ഉടുക്കാൻ ശ്രമിക്കുന്ന തീർച്ചയായിട്ടും ഞങ്ങളുടെ ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർ എല്ലാവരും തന്നെ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തി വലുതാക്കുക. ഇന്നത്തെ കുട്ടി നാളത്തെ സമൂഹത്തിൽ നാളത്തെ പൗരനാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി, നല്ലൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ കുട്ടികളെ വളർത്തിയെടുക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വളർന്നു വരാനുള്ള നല്ല പ്രേരണകൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക. ഈ ഒരു സന്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നല്ലൊരു പ്രഭാതമാണ്, നല്ലൊരു സംഗീതത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ബി പോസിറ്റീവിൻ്റെ ആദ്യ പരിപാടിയിലേക്ക് കടക്കാം. നമുക്ക് കാണാം ശുഭസംഗീതം. നാദലയങ്ങൾ തീർത്തു, താളമാലിക തീർത്തു, പൊന്നും വയമ്പും നിറച്ചു, പുരന്ദരദാസൻ പ്രഭാവൻ. കണ്ണീർ ഭുജിക്കുക നീ വളർന്നിടുക, ചൊല്ലി അവളുടെ കാതിൽ. താതൻ്റെ തെരുവിലെ തമ്പുരു കേട്ടും ഭജനാമൃതങ്ങളറിഞ്ഞും, പിച്ച വെച്ചവൾ മെല്ലെ വളർന്നു. ദക്ഷിണ ഭാരത സംഗീതം സംഗീതം സംഗീതം. നാദലയങ്ങൾ തീർത്തു, താളമാലിക തീർത്തു. വശ്യമനോഹര സുന്ദര രാഗങ്ങൾ പാടി ത്യാഗരാജനെത്തി. വശ്യമനോഹര സുന്ദര രാഗങ്ങൾ പാടി ത്യാഗരാജനെത്തി. ശ്രീരാമലഹരികൾ വഴിയുന്ന ശീലുകളോരോന്നും പാടിയെത്തി. ശ്രീരാമലഹരികൾ വഴിയുന്ന ശീലുകളോരോന്നും പാടിയെത്തി. വിസ്മയം തീർത്ത
വിഭൂഷകളോരോന്നും ഒന്നൊഴിയാതവൾ ചാർത്തി. കാഞ്ചന കാഞ്ചി കുലുക്കി കൺമണി കരളിൻ്റെ തേരേറിയോടി. കുളിരലയായി പതഞ്ഞോടി. നാദലയങ്ങൾ തീർത്തു താളമാലിക തീർത്തു. ഊതിക്കാച്ചിയ പൊന്നുരുക്കി പിന്നെ ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും. ഊതിക്കാച്ചിയ പൊന്നുരുക്കി പിന്നെ ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും. കാപ്പും വളകളും തീർത്തു ഷട്കാല ഗോവിന്ദ മാരാരവൾക്കു നൽകി. കാപ്പും വളകളും തീർത്തു ഷട്കാല ഗോവിന്ദ മാരാരവൾക്കു നൽകി. പൊന്നരഞ്ഞാണമണിഞ്ഞവൾ കൺമണി സ്വാതി തിരുനാളിൻ മുൻപിലെത്തി. ശിഞ്ചിത നിർഝരി കേൾക്കും നോപുരം സമ്മാനമായി സ്വാതിയേകി. കുളിരലയായി കുതിച്ചോടി. നാദലയങ്ങൾ തീർത്തു താളമാലിക തീർത്തു. പൊന്നും വയമ്പും നിറച്ചു പുരന്ദരദാസൻ പ്രഭാവൻ. കണ്ണീർ ഭുജിക്കുക നീ വളർന്നിടുക ചൊല്ലി അവളുടെ കാതിൽ. താതൻ്റെ തെരുവിലെ തമ്പുരു കേട്ടും ഭജനാമൃതങ്ങളറിഞ്ഞും പിച്ചവച്ചവൾ മെല്ലെ വളർന്നു. ദക്ഷിണ ഭാരത സംഗീതം സംഗീതം സംഗീതം. നാദലയങ്ങൾ തീർത്തു താളമാലിക തീർത്തു. ശ്രീലക്ഷ്മി, പ്രണയത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണയത്തെക്കുറിച്ച് എന്താണ്, ഒരു മധുരമായ ഒരു വേദനയാണ് അല്ലേ പ്രണയം? അല്ലെ എന്താ ഇപ്പൊ പ്രണയത്തെ പറ്റി ചോദിക്കാൻ കാര്യം? തീർച്ചയായും പ്രണയം എന്ന് പറയുന്ന ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ മധുരമായിട്ടുള്ള ഒരു വേദനയാണ്. ചിലർക്ക് അതൊരു സ്വീറ്റ് പോയിസൺ ആണ്. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ തന്നെയും പ്രണയം എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും മനസ്സിൽ ഒതുക്കി വയ്ക്കുന്ന ഒരു വികാരമാണ്. ശരിക്കും ഞാനിപ്പോൾ പ്രണയത്തെക്കുറിച്ച് പറയാൻ കാരണം, താജ്മഹൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. താജ്മഹൽ കാണണം. ശരിക്കും നമ്മുടെ ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ എന്ന് പറയുന്നത്. ശരിക്കും പ്രണയത്തിന്, തൻ്റെ പ്രണയിനിക്ക് വേണ്ടി നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി പണിതീർത്ത ഒരു പ്രേമ കുടീരമാണ് താജ്മഹൽ. ശരിക്കും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നിവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ്? ഇന്ന് നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി ജനിച്ച ദിവസമാണ് 1592 ജനുവരി 5-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. ശരിക്കും അദ്ദേഹത്തിലൂടെയാണ് നമുക്ക് ഈ ഒരു താജ്മഹൽ സ്വന്തമാക്കാൻ സാധിച്ചത്. പ്രണയത്തിന്റെ ഒരു മകുട ഉദാഹരണമാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ താജ്മഹൽ. തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഇന്നുണ്ടായ സംഭവങ്ങളിലൂടെ നമ്മുടെ ബി പോസിറ്റീവ് കടന്നു പോവുകയാണ്. നമുക്ക് കാണാം അടുത്ത പരിപാടി ചരിത്രത്തിൽ നിന്ന്. ഹെൽത്ത് ഈസ് വെൽത്ത്, ഈ തത്വം നമ്മൾ മറന്നുപോയിരിക്കുന്നു.
കാരണം മനുഷ്യൻ അവൻ്റെ ജീവിത സാഹചര്യം മാറിയിരിക്കുന്നു. തിരക്കേറിയ ജീവിതം ഒരു വശം തൊട്ട് മറ്റേ അറ്റം വരെ ഓടിയെത്താനുള്ള ശ്രമത്തിനിടയിൽ അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതിന് വലിയ വിലകൽപ്പിക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകരാണ് ഞങ്ങളുടെ എല്ലാമെല്ലാം. അതുകൊണ്ട് തന്നെ ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകരുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണ്, ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും പ്രഗത്ഭനായ ഡോക്ടറാണ് ഡോക്ടർ ശ്രീ മാർത്താണ്ഡംപിള്ള സാറാണ് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മോട് സംസാരിക്കുന്നത്. അടുത്ത പരിപാടി ഫാമിലി ഡോക്ടറാണ്. നമുക്ക് കാണാം ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുവെ മലയാളികൾ അവരുടെ ആരോഗ്യത്തെപ്പറ്റി വളരെയേറെ ബോധമുള്ളവരാണല്ലോ. പലപ്പോഴും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും ആരോഗ്യക്കുറവുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയും ഏറെ പണം ചിലവാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 40% ആളുകളും അവരുടെ വരുമാനത്തിൽ കവിഞ്ഞ് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം കിട്ടുന്നുണ്ടോ, അത്രയും പണം ഈ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചിലവാക്കണോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഈ ആരോഗ്യരംഗത്ത്, ശുശ്രൂഷ രംഗത്ത് നടക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ, അത് ഏതായാലും അത് തന്നെ നമുക്ക് വേണം, നമ്മുടെ ആരോഗ്യ സംരക്ഷണം വേണം എന്നുള്ളൊരു തെറ്റിദ്ധാരണ. പക്ഷേ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും രോഗം വരാതിരിക്കാനും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കുടുംബ ഡോക്ടർ മാത്രം തന്നെയാണ്. നമ്മുടെ 90-95% രോഗങ്ങളും കുടുംബ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാവുന്നതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ പ്രവണത, ചെറിയ ഒരു വയറ്റ് വേദന വന്ന വയറ്റിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണുക, തലവേദന വന്ന തലയുടെ സ്പെഷ്യലിസ്റ്റിനെ കാണുക, അതും ഉള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറെ കാണുക എന്നുള്ള കണക്കിൽ ഉള്ളൊരു പാച്ചൽ, അതിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾ ആരോഗ്യ പരിപാലനം എങ്ങനെ നടക്കുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അമേരിക്കയാണെങ്കിലും ബ്രിട്ടനാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും മറ്റുള്ള ഏത് രാജ്യം കണക്കിലെടുത്താലും രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് നമ്മുടെ കുടുംബ ഡോക്ടറെ തന്നെയാണ്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധമുള്ള രോഗങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, സ്ഥിരമായിട്ട് നമ്മുടെ കുടുംബ ഡോക്ടറെ കാണുകയാണെങ്കിൽ, കുടുംബ ഡോക്ടർ എന്ന് പറയുമ്പോൾ പ്രൈവറ്റിലുള്ള MBBS ഡോക്ടറാകാം, അതല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ ശുശ്രൂഷ രംഗത്തുള്ള കേന്ദ്രങ്ങളിലുള്ള ഡോക്ടറെ ആയാലും മതി. അവരെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് നമ്മുടെ കുടുംബത്തിനെ പറ്റിയും നമ്മുടെ രോഗത്തിനെ പറ്റിയും പല പ്രാവശ്യം ഈ ഡോക്ടറെ കണ്ട് അവർക്കറിയാം ഇദ്ദേഹത്തിന് എന്ത് രോഗമാണുള്ളത്, ഏത് മരുന്ന് കൊടുത്താൽ അലർജി വന്നിട്ടുണ്ട്, ഏത് മരുന്ന് കൊടുത്തുകൂടാ, എന്തൊക്കെ രോഗമുണ്ട്, ആ രോഗങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ഏത് മരുന്ന് കൊടുക്കാം എന്നുള്ളതിനെപ്പറ്റി നല്ല വിധത്തിലുള്ള അറിവുണ്ട്. രോഗിയെപ്പറ്റി തന്നെയുള്ള അറിവ് ഒരു കുടുംബ ഡോക്ടർക്ക് തീർച്ചയായിട്ടും കാണും. നേരെ മറിച്ച് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു പരിചയവും ഇല്ലാതെ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് വളരെ ദൂരെ ഉള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഈ വരുന്ന രോഗിയെ പറ്റിയുള്ള മുൻകാല രോഗങ്ങളെപ്പറ്റിയുള്ള അറിവ് ഒന്നും തന്നെ കാണില്ല. പലപ്പോഴും തിരക്കിനിടയ്ക്ക് അദ്ദേഹം പലതും കണക്കിലെടുക്കാതെ തന്നെ ചിലപ്പോൾ ചികിത്സിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു കുടുംബ ഡോക്ടർ. കുടുംബ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സാ ചെലവ് വളരെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം കുടുംബ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലേ ഒരു 2000 ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് ഒരു കുടുംബ ഡോക്ടർ, ആ കണക്കിന് നമുക്ക് കുടുംബ ഡോക്ടർ. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തന്നെ പണ്ടൊക്കെ ഒരു 30,000 ആളുകൾക്ക് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നുള്ള കണക്കിലുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 2 ലക്ഷം ആളുകൾ വരെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പോലും അവിടെ പോകുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഡോക്ടർക്ക് ആരോഗ്യത്തെപ്പറ്റിയുള്ള അറിവും പിന്നെ കുറേ കൂടെ സാവകാശമായിട്ടിരുന്ന രോഗിയെ കാണാനുള്ള സാഹചര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. പലപ്പോഴും ഈ രോഗം
നമുക്ക് തടയാവുന്നത് ആയിരിക്കും. അപ്പോൾ പലതും നമ്മൾ വയറ്റിളക്കം, ചുമ ഇതുപോലുള്ള നമ്മുടെ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടും മാലിന്യജലം ഉപയോഗിക്കുന്നതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ നാട്ടിൽ, ആ ഗ്രാമത്തിൽ പൊതുവേ ഉള്ള കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ ലഭ്യത, അന്തരീക്ഷ മലിനീകരണം ഏത് തോതിലുണ്ട്, ബാക്കിയുള്ള സൗകര്യങ്ങൾ എത്രയുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള അറിവ് ആ ഡോക്ടർക്ക് തീർച്ചയായിട്ടും കാണും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും വീണ്ടും വയറ്റിളക്കം അല്ലെങ്കിൽ ചുമയായിട്ട് ഒരു വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിനറിയാം ഇത് പലപ്പോഴും അന്തരീക്ഷ മലിനീകരണം കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെ തടയാം, അതിനുള്ള മുൻകരുതൽ എങ്ങനെയാണ്, പൊതുവേ അത് തടയാനുള്ള നടപടികൾ സർക്കാർ തന്നെ എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ ഉപദേശിക്കാനുള്ള അറിവ് ആ ഡോക്ടർക്ക് കാണും. അപ്പോൾ ആ കണക്കിലെടുക്കുമ്പോൾ ഈ വീണ്ടും വീണ്ടും വരുന്ന പല രോഗങ്ങളും ഇതുപോലെയുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളും മറ്റുമൊക്കെ മാറ്റിയാൽ അത് തന്നെ കുറേയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ ചെറിയ രോഗങ്ങൾ, പ്രത്യേകിച്ചും രക്തസമ്മർദ്ദം, പ്രമേഹ രോഗം, ഇതുപോലുള്ള പല രോഗങ്ങളും നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുകയും അതിന് ചികിത്സ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പല പല പാർശ്വഫലങ്ങളും കോംപ്ലിക്കേഷനും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ചികിത്സ തുടങ്ങാൻ നമ്മുടെ ആ കുടുംബ ഡോക്ടർക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓടി ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ ചിലപ്പോൾ സാധിച്ചില്ലായിരിക്കും. അങ്ങനെ പോയാലും തന്നെ ഈ കണക്കിനുള്ള ഒരു പരിഗണനയോ ഒരു കണക്കിലെടുപ്പെടുത്തായിരിക്കില്ല ചികിത്സ നൽകുന്നത്. അപ്പോൾ വെളിനാട്ടിലാണെങ്കിൽ പ്രാഥമികമായിട്ട് കുടുംബ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ശേഷമേ ആ ഡോക്ടർ രോഗിയെ ഒരു സ്പെഷ്യലിസ്റ്റിന് റെഫർ ചെയ്താൽ മാത്രമേ ഒരു സ്പെഷ്യലിനെ കാണാൻ പറ്റുള്ളൂ. അതും പല തലത്തിൽ. ഡിസ്ട്രിക്ട് തലത്തിലുള്ള ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവിടെയും ചികിത്സ ലഭ്യമല്ല, അതിലും കവിഞ്ഞുള്ള ഒരു ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ആ രോഗിയെ ആ ഡിസ്ട്രിക്ട് തലത്തിലുള്ള ഡോക്ടർ തന്നെ വളരെയേറെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആശുപത്രികളിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ള രണ്ട് ഗുണം: ഒന്ന്, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചെലവ് തീർച്ചയായിട്ടും കുറഞ്ഞു കിട്ടും. രണ്ടാമത്, ഈ വലിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആശുപത്രികൾ അവർക്ക് അവരുടെ സമയവും ചിന്തയും ഉപകരണങ്ങളും എല്ലാം തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ വേണ്ടി ചിലവാക്കാൻ സാധിക്കും. അതുകൊണ്ടുണ്ടാകുന്ന കാര്യക്ഷമത രോഗിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ പോലും ഈ കുടുംബ ഡോക്ടറെ ആദ്യം കണ്ടിരിക്കണം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു MBBS ഡോക്ടറെ പോയി കാണുക. നമ്മുടെ പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന് തന്നെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആരോഗ്യ പരിപാടിക്ക് തന്നെ കുടുംബ ഡോക്ടർ എന്ന പേര് വച്ചത് തന്നെ അതുകൊണ്ടാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കുടുംബ ഡോക്ടറുടെ പ്രാധാന്യം എടുത്തു കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ചെലവ് ചുരുക്കുക, നമ്മുടെ നടയിൽ തന്നെയുള്ള ഒരു കുടുംബ ഡോക്ടറെ കാണുക. അദ്ദേഹം ഒരു ഡോക്ടർ മാത്രമല്ല, അദ്ദേഹം കുടുംബത്തിൻ്റെ ഒരു സുഹൃത്തു കൂടെയാണ്. ആ നാട്ടിൽ നടക്കുന്ന പല ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിവും കഴിവുമുള്ള വ്യക്തിയാണ്. അപ്പോൾ കുടുംബ ഡോക്ടറെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. വിജയിക്കാൻ ആഗ്രഹമില്ലാത്തവൻ ജീവിക്കാൻ എന്ത് അവകാശമെന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ശരിക്കും എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം പ്രയത്നമാണ്. ദീർഘപ്രയത്നം ചെയ്താൽ നമുക്ക് വിജയത്തിലെത്താം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശരിയല്ലേ? അതെ, ഈ വിജയം എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴേ എൻ്റെ മനസ്സിലാദ്യം ഓർമ്മ വന്നത് വിജയലക്ഷ്മിയാണ്. നമ്മളെ പാട്ടുകാരി വിജയലക്ഷ്മി. അതായത് കണ്ണ് കണ്ടൂടാ എന്നുള്ള ഒരു മറച്ചു വെച്ചിട്ട് സ്വന്തമായിട്ട് പ്രയത്നിച്ച് അവർ പാട്ട് പാടുന്നു, പ്രശസ്തിയിലാവുന്നു. ഇപ്പം ലോകം അറിയുന്ന ഒരു പ്രശസ്ത ഗായികയാണ്, അല്ലേ? തീർച്ചയായിട്ടും. ജീവിതം കൈവിട്ട് പോകുന്ന പല നിമിഷങ്ങളിലും ജീവിതം അവിടെ നിന്ന് തുടങ്ങുകയാണ് എന്ന ഒരു തിരിച്ചറിവാണ് നമ്മളെല്ലാവരും വരുത്തേണ്ടത് ജീവിതത്തിൽ. ശരിക്കും ജീവിതത്തിൽ പുതിയ പല കാര്യങ്ങളും പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ വിശദമായി ചെറിയ ചെറിയ കഥകളിലൂടെ നമുക്ക് പ്രശസ്തനായ ശ്രീ പ്രവീൺ പരമേശ്വർ വളരെ വിശദമായിട്ട് നമ്മോട് സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് കാണാം. വഴിത്തിരിവ്. ഇന്ന് നമുക്ക് രണ്ട് സുഹൃത്തുക്കളുടെ ഒരു കഥ നോക്കാം. രണ്ട് സുഹൃത്തുക്കൾ, രണ്ടുപേര്, നമുക്കവർക്ക് രണ്ട് പേര് കൊടുക്കാം. പ്രസാദ് എന്നും പ്രകാശ് എന്നും രണ്ട് പേര് കൊടുക്കാം നമുക്ക്. ഇവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന സമയം
ഒരുമിച്ചാണ് സ്കൂൾ കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുന്നത്. വരുന്ന വഴിയിൽ ഒരു മതിലിനപ്പുറത്തായിട്ട് ഒരു മാവുണ്ട്. മാവിൽ കുറെ മാങ്ങകൾ നിൽക്കുന്നുണ്ട്. പ്രകാശിന് വളരെ താല്പര്യം, ഇതിനകത്തുനിന്ന് ഒരു മാങ്ങ വേണം. പക്ഷെ മതിൽ ചാടി മാങ്ങ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അയാൾക്കില്ല. പ്രകാശ് പറഞ്ഞു, എനിക്കൊരു മാങ്ങ എങ്ങനെയെങ്കിലും കിട്ടിയാൽ കൊള്ളാം. അപ്പൊ സുഹൃത്ത് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചാടി മാങ്ങ പറിക്കാം. അപ്പൊ പ്രകാശ് ചോദിച്ചു, അത് ശരിയാണ്, അങ്ങനെ മാങ്ങ പറിക്കുന്നത് ശരിയാണോ? ആരുടെയെങ്കിലും പറമ്പല്ലേ, അയാളോട് ചോദിക്കാതെ ചെയ്യുന്നത് ശരിയാണോ? നമുക്ക് എത്ര കൊതിയുണ്ടെങ്കിലും. അപ്പൊ സുഹൃത്ത് പറഞ്ഞു, ആരുടെയാന്നുള്ളത് നോക്കണ്ട, ആരും കാണുന്നില്ലല്ലോ, പിന്നെ ഇപ്പൊ ആരുടെയാ നോക്കിയിട്ട് എന്താ കാര്യം, നമുക്ക് എന്തായാലും ചാടി അങ്ങ് പറിക്കാം. അങ്ങനെ സുഹൃത്ത് ചാടി മാങ്ങ പറിച്ചു. രണ്ടുപേരും സന്തോഷത്തോടെ മാങ്ങ കഴിച്ചു. ഇത് അവരൊരു ശീലമാക്കി മാറ്റി. സ്കൂള് പഠനം മുന്നോട്ട് പോയി. സ്കൂള് കഴിഞ്ഞു. രണ്ടുപേരും രണ്ട് വഴികളിലേക്ക് തിരിഞ്ഞുപോയി. പ്രകാശ് പഠിച്ചു, വളർന്നു, വലുതായി, വലിയ വീട് വെച്ചു, വലിയൊരു ഓഫീസറായി മാറി. അദ്ദേഹത്തിന്റെ സുഹൃത്തും ഇതുപോലെ തന്നെ വളർന്നു, വലിയൊരു കമ്പനിയുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവായി മാറി. ഏതാണ്ട് 15 വർഷത്തോളം രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. ഒരു ദിവസം രാവിലെ പ്രകാശിന്റെ വീട്ടിലെ കോളിംഗ് ബെൽ റിംഗ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് വാതിൽ തുറന്നു. നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ്, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് തന്റെ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പ്രകാശ് വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. 15 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് അവിടെ വെച്ച് പരിചയം അവസാനിപ്പിച്ച തന്റെ സുഹൃത്ത് തന്റെ മുമ്പിൽ ഇപ്പോ മറ്റൊരു രൂപത്തിൽ, മറ്റൊരു റോളിൽ എത്തി നിൽക്കുക. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. പരസ്പരം കെട്ടിപ്പുണർന്നു, പരസ്പരം സന്തോഷം പങ്കുവച്ചു, സ്നേഹം പങ്കുവച്ചു. അപ്പൊ പ്രകാശ് പറഞ്ഞൊരു കാര്യം ചെയ്യേ, നീ ഒന്ന് ഇരിക്കെ വീട്ടിലേക്ക്, ഞാനൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ ഞാൻ ഓഫീസിൽ പോയി, നമുക്ക് ഒരുമിച്ച് ഓഫീസിലേക്ക് പോയി ലീവ് എടുത്തിട്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി തിരിച്ചു വരാം. അപ്പൊ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്തായാലും നീ ലീവ് എടുക്കുകയല്ലേ, ഞാൻ ക്ഷീണിതനാണ്, നീ ഒന്ന് പോയി ലീവൊക്കെ എടുത്തിട്ട് തിരിച്ചു വാ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരുമിച്ച് ഇറങ്ങാം, ഞാൻ അതുവരെ ഇവിടെ റെസ്റ്റ് ചെയ്യാം. അപ്പൊ പ്രകാശ് പറഞ്ഞു, വേണ്ട, നീ ഇവിടെ റെസ്റ്റ് ചെയ്യേണ്ട, ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നതല്ലേ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ സുഹൃത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്, ഞാൻ ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവിടെ വീട്ടിലിരുന്നോളാം, വൈഫ് ഉണ്ടല്ലോ, ഞാൻ കാര്യമൊക്കെ പറഞ്ഞിരുന്നോളാം, പിന്നെ നിന്റെ വീടും ഒക്കെ ഒന്ന് കാണാം, നീ എന്തായാലും പോയിട്ട് വരൂ. അപ്പൊ പ്രകാശ് പറഞ്ഞില്ല, ഉറപ്പായിട്ട് നീ ക്ഷീണിതനാണ്, ഞാൻ സമ്മതിക്കുന്നു, നമുക്ക് ഒരുമിച്ച് പോയിട്ട് എന്തായാലും ഒരുമിച്ച് തിരിച്ചു വരാം. അങ്ങനെ നിർബന്ധിച്ച് സുഹൃത്തിനെ കൂടെ പ്രകാശ് കൊണ്ടുപോയി. ലീവ് എടുത്തു. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവര് സിറ്റിയുടെ പല ഭാഗങ്ങളിൽ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ചു, സിനിമ കണ്ടു. വൈകുന്നേരമായപ്പോഴത്തേക്കും രണ്ടു മണിക്ക് പിരിഞ്ഞു. പ്രകാശ് വീട്ടിലേക്ക് എത്തി. അപ്പൊ ഭാര്യ ചോദിച്ചു, താങ്കൾ എന്താ ചെയ്തേ? രാവിലെ സുഹൃത്ത് വളരെ ക്ഷീണിതനായിരുന്നു, അദ്ദേഹത്തിന് ചായ ഇട്ട് കൊടുത്തേനെ, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേനെ, അദ്ദേഹം കുറച്ചേരൂടെ വിശ്രമിച്ചേനെ. എന്നാൽ അതിനൊന്നും അവസരം കൊടുക്കാതെ വളരെ തിടുക്കപ്പെട്ട അദ്ദേഹത്തിനെ താങ്കളുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകേണ്ട എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നു. അപ്പൊ പ്രകാശ് ഭാര്യയോട് പറഞ്ഞു, നിനക്ക് അവനെ നന്നായിട്ട് അറിയില്ല. സ്വന്തമല്ലാത്ത വസ്തുക്കൾ അതിന്റെ ഉടമസ്ഥർ കാണുന്നില്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ അവൻ കയറി എടുക്കാൻ ഒരിക്കലും മടിക്കില്ല. അതുകൊണ്ട് ഈ വീട്ടിലെ ഏത് കാര്യവും ഒരുപക്ഷെ ഞാനില്ലാത്ത സാഹചര്യങ്ങളിൽ അവൻ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് അവൻ ഒരിക്കലും കൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഭാര്യ ചോദിച്ചു, താങ്കൾക്ക് അത് എങ്ങനെ അറിയാം? പറഞ്ഞു, പണ്ട് ആരുടെയാണെന്നറിയാത്ത മാവിൽ നിന്നും ആരും കാണാത്ത സാഹചര്യത്തിൽ മാങ്ങ പറിക്കാൻ അവൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതേ മടിയില്ലായ്മ അവൻ ഇവിടെയും കാണിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും, പറയുന്ന ഓരോ വാക്കും, ഓരോ ഇടപെടലുകളും നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം സൃഷ്ടിക്കുകയാണ് ഒരു മനുഷ്യന്റെ മനസ്സിനുള്ളിൽ. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകളിൽ, ചിന്തിക്കുന്ന ചിന്തകളിൽ, ചെയ്യുന്ന പ്രവൃത്തികളിൽ, ഓരോ കാര്യത്തിലും നമുക്ക് കൃത്യമായ ഒരു ഇന്റഗ്രിറ്റി ഉണ്ടാവാൻ, സിൻസിയറിറ്റി ഉണ്ടാവാൻ, കമ്മിറ്റ്മെന്റും ഓണസ്റ്റിയും ഉണ്ടാകാൻ സാധിക്കണം. അതല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് നമ്മുടെ മൊത്തം പെരുമാറ്റത്തിന് തന്നെ നെഗറ്റീവായി വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. എല്ലാ ചിന്തകളും നല്ല രീതിയിൽ പോകുന്ന, എല്ലാ പ്രവൃത്തികളും നല്ലതായി പോകുന്ന, എല്ലാവരോടും നന്നായി ഇടപെടുന്ന ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരു സുമംഗലിക്ക് നെറുകയിലെ സിന്ദൂരം എത്രത്തോളം പ്രിയപ്പെട്ടതാകുന്നുവോ, നിഷീദിനിക്ക് പൂർണ്ണചന്ദ്രൻ എത്രത്തോളം മിഴിവേകുന്നുവോ, അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ബി പോസിറ്റീവിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.